പറഞ്ഞിട്ട് പോയതാ. കഴിഞ്ഞ തിങ്കളാഴ്ച പണിക്ക് പോയപ്പോ എന്നോട് പറഞ്ഞതാ പണി എല്ലാം തീർത്ത് ആ വീട്ടിലെ പാല് കാച്ചും കഴിഞ്ഞിട്ടേ വരുത്തുള്ളത്. അല്ലാണ്ട് ഒന്ന് വന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ അണ്ണാ? ഞാൻ എത്ര തവണ കഥവെ കൊട്ടിടി. ഞാൻ കൊട്ടി അപ്പുറത്തെ അമ്പലത്തിന് നട വരെ തുറന്നു. എന്നിട്ട് ഇവള് കഥ തുറന്നില്ല. നീ ഉറക്കബോധത്തിൽ കിടക്കുമല്ലോ, അറിയുന്നില്ലല്ലോ. അണ്ണ എന്റെ പേരങ്ങ് വിളിച്ചാ മതിയായിരുന്നു. നിന്നെ ഞാൻ എത്ര വിളിച്ചിട്ട് അണ്ണ എന്നെ കുറ്റം പറയരുത്. അണ്ണ പറഞ്ഞത് പാല് കാച്ചും കഴിഞ്ഞിട്ട് വരുമെന്നില്ലയോ? നിങ്ങൾ ഈ വെളുപ്പം കാലത്ത് ഇവിടെ വന്ന് കിടന്നുറങ്ങുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നോ? അണ്ണല്ലേ ഇന്നല്ലായിരുന്നു പാല് കാച്ച്? ഇന്ന് അവിടുത്തെ പാല് കാച്ചും കൂച്ചും ഒക്കെ. അണ്ണ പിന്നെന്താ അവിടെ നിൽക്കാഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ തീർത്ത് പണി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പെയിന്റ് അടിച്ച് കഴിഞ്ഞ് ടൈല് ക്ലീൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. രാത്രി അവന്മാരല്ലാണ്ട് പറഞ്ഞാ നമുക്ക് ഇതിന് കടങ്കാപ്പി കുടിക്കാന്ന് പറഞ്ഞു. രാത്രി കടങ്കാപ്പി കുടിക്കുന്ന തെറ്റാ തോട്ടി പുതിയ വീട്ടിൽ നിന്ന് കടങ്കാപ്പി അനത്ത് കുടിച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ അയാൾ വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് പറയാ ഇന്ന് രാവിലെ 10:30 ശുഭമുഹൂർത്തത്തിൽ പാല് കാച്ചിട്ട് പുതിയ അടുപ്പിൽ രാത്രി 12 മണിക്ക് കടങ്കാപ്പി അനത്ത് എന്തിനാണ് അടിക്കുമല്ലേ? നിങ്ങളെ കത്തിക്കണമായിരുന്നു. പിന്നെ തോന്നിവാസം ഒരു വീട്ടിൽ കയറി ചെന്ന് കാണിച്ചു ഒരു മനുഷ്യന്റെ ആയുസിന്റെ ഒരു ബലം കൊണ്ടാ ഒരു വീട് വെക്കുന്നത്. അവിടെ ചെന്ന് ഇങ്ങനത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. ഞാൻ എന്ത് മാത്രം വിളിച്ചത് നീ കഥ തുറക്കുന്നത് ഇപ്പൊ ചൂടാകുന്നതിനാടി. ഒറ്റയ്ക്കായിരുന്നു, എനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ ചെവിക്കകത്ത് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ട് കിടക്കുമായിരുന്നു ഞാൻ. അപ്പൊ പിള്ളേർ രാവിലെ വന്ന് പൂവൻ പിടിച്ചോണ്ട് പോയി. അയ്യോ എന്റെ പിള്ളേരെ പിശക്കാരൻ പിടിച്ചോണ്ട് പോയേ. എന്റെ അച്ഛൻ, അതായത് പിള്ളേരുടെ അപ്പൂപ്പൻ. ഓ അപ്പൊ പിശക്കാരനല്ല പിടിച്ചു പറിക്കാറ് പറയുന്നത്. പിടിച്ചു പറിക്കാൻ എന്റെ അച്ഛൻ നിങ്ങളുടെ എന്തോ പിടിച്ചു പറിച്ചെന്ന് പറ. ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ലേ? ഞാൻ ഇവരുടെ അച്ഛൻ ഇങ്ങോട്ട് വരും. ഞാൻ പുതിയൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ട് ഉടനെ കയറ്റി കിട്ടിട്ട് മോനെ ഞാനങ്ങ് എടുത്തോട്ടെ അതുകൊണ്ട് പിടിച്ചങ്ങ് പറിക്കും. ഞാൻ കളിച്ചൊരിക്കലും വാച്ച് വാങ്ങിച്ചു. ഉടനെ ഇവർ അച്ഛനൊന്ന് കണ്ടിട്ട് പറയാം മോനെ ഞാൻ ഈ വാച്ച് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചു പറിക്കും. കഴിഞ്ഞ മാസം ഇവിടെ വന്നു. അപ്പം ഞാൻ പറയാം അച്ഛാ പുഴ കുളിക്കാൻ പോകാന്ന് പറഞ്ഞു. പിന്നെ എന്റെ കൂടെ വന്നു. ഞാൻ അവിടെ പിടിച്ചു പറിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ ചിലപ്പോൾ കുറെ പെണ്ണുങ്ങൾ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാനൊരു പുതിയ തോർത്തം കണ്ടെടുത്ത് കൊടുക്കുവേ ഇയാളിങ്ങനെ വലിച്ചു പറിച്ചിട്ട് പറഞ്ഞു എനിക്കത് വേണമെന്ന്. ഞാൻ ശക്തിമാൻ നിന്ന് കറങ്ങുന്ന പോലെ അവിടെ നിന്ന് കറങ്ങി പെണ്ണുങ്ങൾ കുളിച്ചിട്ട് പോകുന്ന പറയാം. അവസാനം ഞാൻ എന്ന് കാണുമായിരുന്നു കോൺ ഐസ്ക്രീം പോലെ ഞാൻ അവിടെ നിന്ന് കറങ്ങിയിട്ട്. അണ്ണനാണ് അവിടെ നിന്ന് കറങ്ങിയത്. സന്ധ്യ കുളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് പറയുമ്പോൾ ഒരു വരണ്ടായിരുന്നു. ശക്തി ഇല്ലാത്തൊരു കൊടുങ്കാറ്റ് അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. എന്തോ അണ്ണ വന്നത് വന്ന എണ്ണ ഇച്ചിരി വിറക് കീർത്താണ്ണ. നിന്നെ വാ കീറാനല്ല പറഞ്ഞത്, വന്ന് വിറക് കീർത്താനാണ്. എനിക്ക് ഉറക്കം ശരിയായില്ലെന്ന്. ഒന്ന് സഹായിക്കണം. എനിക്ക് തുറക്കണം. എന്തുവാണ് എടുത്ത് ഒളിപ്പിച്ച്? എന്തുവാണ് എടുത്ത് ഒളിപ്പിച്ച്? എന്തുവാ ഒളിപ്പിച്ചില്ല? ഞാൻ കണ്ടല്ലോ അണ്ണ എടുത്ത് എന്തോട് ഒളിപ്പിച്ചല്ല. പിന്നെ ഇതെന്റെ കിടപ്പിന്റെ സ്റ്റൈലായിരുന്നു. ഈ സ്റ്റൈൽ മന്നെ നീ ഇപ്പൊ ഗൾഫിൽ നിൽക്കേണ്ടത്. ഓസക്ക് എന്റെ ആങ്ങളയുടെ കൂടെ അങ്ങ് പോയാൻ ഈ സ്റ്റൈല് കാരണം. കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് എന്റെ ആങ്ങളെ തിരിച്ചു പോവായിരുന്നേ. ഇങ്ങനെ അവിടെ കുടിച്ചു വന്ന് ബോധമില്ലാതെ എന്റെ അച്ഛനുമായിട്ട് കിടന്ന് മറിഞ്ഞ് ഇതുപോലെ സ്റ്റൈല് കാണിച്ച് കിടന്നങ്ങ് ഉറങ്ങി. പോകാൻ നേരം ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞ് ചെറുക്കൻ തൂക്കിയെടുത്തോണ്ട് പോയേനെ. ഇങ്ങനെ പോണ്ടായിരുന്നു. ഞാൻ ഉണർന്നോണ്ട് കണ്ട് എനിക്ക് ചൂടുവെള്ളം കുളിക്കാൻ ദേഹം മൊത്തം ഒന്നും വേദനയുണ്ട്. ജൂക്കാലിട്ട് ചൂടുവെള്ളം അവനെന്തോ അണ്ണനെ ആശ്വാസം തരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തുവാ? ബേക്കറി പോന്ന അമ്മൂസ് ഇല്ലയോ? അമ്മൂസ്. ബേക്കറി അമ്മൂസ് അല്ലല്ലോ. ബേക്കറി ഇരിക്കുന്നത് സമൂസ ഇല്ലേ? അണ്ണന് വിശക്കുന്നുണ്ടാ? എന്ത് അല്ല ഇമാതിരി സാധനമൊക്കെ പറയുന്നുണ്ട്. അണ്ണ അമ്മൂസ് ഇല്ലയോ? കേക്ക്. അമ്മൂസും പ്രകാശനും കൂടെ ഭയങ്കര വഴക്കം, മുട്ടം വഴക്കം. അണ്ണിങ്ങനെ നോക്കട്ടെ, ഞാൻ കാര്യമൊന്നുമല്ല കേട്ടോ. അണ്ണെന്തോ ഇങ്ങനെ എന്നെ ഒരു അർത്ഥം വെച്ചൊരു നോട്ടം എന്തുവാ? അണ്ണാ 6 മണിയാകുമ്പോ ബേക്കറി പൂട്ടത്തില്ലയോ? അവൾ 6:10 ആകുമ്പോ ഇവിടെ വരും. എന്തോ എളുപ്പമല്ലേ? വീട്ടിൽ വരുമല്ലോ 6 മണിയാകുമ്പോ 6:10 ആകുമ്പോ വീട്ടിൽ വരുന്നു. അത് എന്തുവാ അവിടുത്തെ ആ ചെറുക്കം കൊണ്ടുവിടുവാന്ന് നമ്മുടെ വീടിന്റെ വാതിക്കല് ബൈക്കില്. അതിനും തോന്നി അവിടുത്തെ ചെറുക്കം കൊണ്ടുവിടുന്ന സഹായിക്കുന്ന ബേക്കറിലെ ചെറുക്കം കൊണ്ടുവിടും. ഒരു തെറ്റുമില്ല. അതെന്തിനാ നമ്മുടെ വാതിക്ക കൊണ്ടുവന്ന് വിടുന്നത്? അവരെ വാതിക്ക കൊണ്ടുവരുന്നത് തിരിക്കാൻ സ്ഥലമില്ല. അവർ അമ്മായിയമ്മയും പ്രകാശനും കാണുമെന്നുള്ള അപ്പൊ അതിനകത്തൊരു കള്ളവില്യോണ്ണ അതുണ്ട് അണ്ണ. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പ്രകാശനോട് പറഞ്ഞേടാ എനിക്ക് ഇതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഗേറ്റിൽ അവിടെ കൊണ്ടുവിടുന്നതിന് നിനക്കെന്താ വേദന? അണ്ണ എത്ര നേരം ഒന്നും പറഞ്ഞോണ്ടാണ് അവള് വരുന്നത് നോക്കി അവൻ തിരിച്ചു പോകുന്നത് നോക്കി ഞാൻ ആ മുള്ളിന്റെ ഇടയിൽ ഇരിക്കുന്നത് സന്തോഷിക്കാതിരിക്കും. നിങ്ങളുടെ അമ്മാവന് മെഡിക്കൽ കോളേജ് അഡ്മിറ്റാ. ഇപ്പൊ ചാവൂന്നാ ഡോക്ടർ. അങ്ങനെ പറയില്ല. എന്നെ കുറെ നാളെ എടുത്ത് വളർത്തിയാണ്. വിഷമിക്കുന്നുണ്ടോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. അങ്ങനെ നീന്ന് വിഷമിക്കിട്ട് അതോടെ വീട്ടിലെ വടക്കേറ്റിട്ട് അവള് കിടന്ന്. ഞാൻ ഇവിടെ നല്ലാതെ എങ്ങോട്ട് പോകുന്നു? എനിക്ക് ഇതൊക്കെ ഉള്ളു ഒരു രസം. അല്ല ഇനിയിപ്പോ എവിടോട്ട് പോവാനാ? തൊട്ടിറമ്പി തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ബന്ധുക്കാരല്ലേ അടുത്ത് താമസിക്കുന്നത്? അങ്ങനെ ചെറുക്കനെ പറയാം. അല്ല ഒരു കണക്കിന് PR ജയനെ അങ്ങനെ വിളിക്കുന്ന അവൻ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടവനാ. അണ്ണാ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങും,
10 മണിയാകുമ്പോഴേ തീരത്തുള്ളൂ. അപ്പൊ അവിടെ മൈക്ക് സാക്ഷൻ ഉണ്ടോ അവിടുത്തെ സംഭവത്തിന്? അതല്ലെന്ന് അതെ. ബഹളം എവിടെ കേക്കാ എന്റെ ദൈവമേ. അതുകൊണ്ട് എന്തുവാ ഞാൻ എന്റെ പിള്ളേരെ കൊണ്ടത് വീട്ടിലങ്ങ് ആക്കി. എന്തിനാ? എന്തോ തെറുപടിയാ. ഞാൻ പറഞ്ഞാന്ന് ഈ ഇട്ടാവട്ടെ നിങ്ങളുടെ ഈ കുടുംബക്കാരുടെ ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ ഇടയിൽ കൊണ്ടുവന്ന് വീട് വെക്കണം ഞാൻ പറഞ്ഞായിരുന്നു അണ്ണ. ഈ ഇള ചെറുക്കൻ ഈ തെറിയെല്ലാം കൂടെ കേൾക്കുവാ അങ്ങ്. അവൻ എന്നോട് വല്ലതും ചോദിച്ചാലോ ഞാൻ കൊണ്ടുവന്ന് വീട്ടിലാക്കി. അംഗൻവാടി നേരെ കോളേജിലോട്ട് കൊണ്ടുപോയിട്ട് ചേർക്കണേ. എന്റെ അച്ഛൻ തെറിയൊന്നും പറയത്തില്ല. അണ്ണ കേട്ടിട്ടുണ്ടോ? തെറി പറയത്തില്ല. ചുമച്ചു തുപ്പുന്നത് പോലും തെറിയാ. എന്തുവായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല.